എനിക്ക് വീഡിയോ അപ്ഡേറ്റ് ചെയ്യണ്ടേ ഗൈസ്? ഇത് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുന്നതാണ്. ചെമ്മീൻ എൻ്റെ കൂടെ എൻ്റെ സ്പെഷ്യൽ മസാല ഇട്ടിട്ട് ഞാനൊരു തവയിലിട്ടിട്ട് നല്ല ഫ്രൈ ആക്കുന്നതാണ്. ഇതിലിട്ടുള്ള കണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ വറ്റൽ മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം കൂടി മസാലയാക്കി അരച്ചിട്ട് ചെമ്മീനിൽ മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ കുക്കാക്കുന്നതാണ് ഇത് സംഭവം. വേറെ വലിയ മായാജാലമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് മസാല പിടിക്കാൻ വേണ്ടി ഫ്രീസറിൽ വെച്ച് ലോ ഫ്ലേവറിൽ ചെമ്മീൻ മസാല പിടിച്ച് ചൂടാകുന്നവരെ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഇതാണ് ഐറ്റംസ്. പിന്നെ കറിവേപ്പില ഒന്ന് ചൂടാക്കണം വേണ്ടിയിട്ട് അതിലേക്ക് ഇടണം. അപ്പോൾ ക്യാമറ പിടിക്കാനൊന്നും എൻ്റെ കയ്യിൽ ആളില്ല വേറെ. അപ്പോൾ ഞാൻ തന്നെ ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓൾറെഡി വാട്ടണ്ടാന്ന് ഫസ്റ്റ്. പിന്നെ ഇത് ചെയ്യാം, പറയുന്ന പോലത്തെ കുക്കിങ്ങാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട് ഞാൻ എന്ത് വെച്ചാലും ടേസ്റ്റ് ഉണ്ടെന്ന്. അഹങ്കാരം കൊണ്ട് പറയുന്നില്ല, ഒരു ടേസ്റ്റ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ മാഞ്ചി കറിവേവും കൂടി ഒന്ന് മസാലയിൽ പിടിച്ചിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് മസാല ജാസ്തി ഉണ്ട്, കുറച്ച് നല്ല ഫേവറേറ്റ്. ഇത് ഹോട്ടലിൽ വാങ്ങുകയാണെങ്കിൽ എത്ര പൈസയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ചെമ്മീൻ ഫ്രൈക്കൊക്കെ റേറ്റ്. ഇതിപ്പോൾ ഞാൻ മാംഗ്ലൂർ സ്റ്റേറ്റ് ബാങ്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. 70 റുപ്പീസ് ഹാഫ് kg. ഇത് ഹാഫ് kg ചെമ്മീനാണ്, കണ്ടാൽ പറയാം. ഹാഫ് kg ചെമ്മീനാണ്. ഇതെല്ലാം പൊളിച്ച് കഴിഞ്ഞപ്പോൾ 1 കിലോ ചെമ്മീൻ ഒരു തട്ടിൻ്റെ അതേ ഉള്ളൂ. ഞാനും എൻ്റെ വൈഫും മാത്രമേ ഉള്ളൂ. 2 ആൾക്ക് കിട്ടുന്ന എത്ര മതി, എത്തുന്ന ഇത്ര മതി. ഇതൊന്ന് ബോയിലായിട്ട് വരട്ടെ നന്നായിട്ട്. അതുകൊണ്ടൊക്കെ എൻ്റെ പെണ്ണും പിള്ള ഉണ്ടാക്കിയ ചെറിയൊരു വിഭവം കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബജ്ജി, മുളക് ബജ്ജീൻ്റെ ഐറ്റംസാണ്. അത് അവൾ ഫ്രൈ ആക്കി വെച്ച്, റവയെല്ലാം കൂട്ടിയിട്ട് ഫ്രൈ ആക്കി. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നേനെ കടലപ്പൊടി ചേർക്കാണ്ട് അതിൽ പിടിക്കൂല മസാല. റവയും ചേർത്ത് മസാല വരക്കിയിട്ട് വെച്ചു. ഇതാണ് ഇതിൻ്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ. ടേസ്റ്റ് ഉണ്ട്, എന്നാലും ആ മസാല പിടിച്ചിട്ട് നമ്മൾ കടലപ്പൊടിയിൽ മിക്സ് ആക്കിയിട്ടുള്ള സംഭവം കിട്ടിയിട്ടില്ല. ഇവിടെ ചോറ്, കറി, സാമ്പാർ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അത് കുക്കാവുന്നവരുള്ള വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഇതിനെല്ലാം ഞാൻ എൻ്റെ കുക്കിങ്ങാണ്. ഇത് സാമ്പാർ, കേരള സ്റ്റൈൽ സാമ്പാർ റെഡിയുണ്ട്. നല്ല കുക്കറിലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ രാവിലത്തെ ദോശ വേറൊരെണ്ണം ബാക്കിയുണ്ട്. പിന്നെ ഇന്നലെ രാത്രി വെച്ച നല്ല നങ്ക് കറി, ഇന്നലെ മോളിഷൻ പുളിമുഞ്ചി എന്ന് പറയും കർണാടകത്തിൽ. പുളിമുഞ്ചി, നങ്ക് ഫ്രൈ, നങ്ക് പുളിമുഞ്ചി ഇട്ടത്. ഇതൊക്കെയാണ് ഞങ്ങളെ ഓരോ ദിവസത്തെ പരിപാടികൾ. ഇന്ന് മട്ടൻ വാങ്ങാൻ തീരുമാനിച്ചാണ്, പക്ഷേ മട്ടനെ വേണ്ടാന്ന് വെച്ച്. നല്ല മീൻ കിട്ടി, അപ്പോൾ അതൊക്കെയാണ് ചെയ്തത്. അപ്പം സൺഡേ ഇങ്ങനെയൊക്കെ പോന്നു. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ ഇടാം. ഓക്കെ.